ഇന്നലെ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു എഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന വിവരങ്ങൾ വളരെ ഷോക്കിംഗ് ആണ്. കാരണം SFIO അന്വേഷണം ആരംഭിക്കുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ആ റിപ്പോർട്ടിന് നിദാനമായ ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവാണ്. സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനെതിരെ അപ്പീലില്ല, പക്ഷെ റിട്ട് കൊടുക്കാം അത് ഫോൾസ് ആണെങ്കിൽ. മാത്രമല്ല, ആ റിപ്പോർട്ടിൽ പരമപ്രധാനമായ ഒരു വിഷയം പറഞ്ഞത് ഈ പണം യാതൊരു സേവനവുമില്ലാതെ കൊടുത്തിരിക്കുന്നത് ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവിന്റെ മകൾ എന്ന നിലയിലാണെന്നാണ്. അപ്പൊ അത് ചീഫ് മിനിസ്റ്ററിലേക്കാണ് ഈ ആന്റിനെ തിരിയുന്നത്. അപ്പൊ ചീഫ് മിനിസ്റ്ററെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വിവരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഒരു വ്യക്തിയുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റിയാണ്. ആ ഡിഗ്നിഫൈഡ് ആയ ഒരു ജീവിതം നയിക്കുന്നതിന് കളങ്കം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഫൈൻഡിംഗ് ആണ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ കൂടി പുറത്തു വന്നത്. സ്വാഭാവികമായി ശ്രീ പിണറായി വിജയന് സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 ഇൻവോക്ക് ചെയ്തിട്ട് പറയാം, ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഏജൻസി രാഷ്ട്രീയ പ്രേരിതമായോ മറ്റോ എന്നെയും കൂടി വലിച്ചിഴച്ച് എനിക്ക് അപകീർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാം. അങ്ങനെ ഇന്ന് വരെ ഒരു റിട്ട് പെറ്റീഷൻ ആർട്ടിക്കിൾ 32 ഇൻവോക്ക് ചെയ്തുകൊണ്ട്, കാരണം ആർട്ടിക്കിൾ 32 പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് സ്ഥാപിച്ചെടുക്കാൻ എവിടെയെങ്കിലും ലംഘനം ഉണ്ടായാൽ, ഏതെങ്കിലും ഒരു അധികാരിയുടെ ഭാഗത്തുനിന്ന് ലംഘനം ഉണ്ടായാൽ അത് സ്ഥാപിച്ചെടുക്കാനുള്ള റെമഡിയാണ്. ആ റിട്ട് കൊടുക്കുക എന്നത് തന്നെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വിജയൻ ഇന്ന് വരെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടില്ല. അവരുടെ മകളാണെങ്കിലോ ഈ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനെതിരെ അപ്പീൽ ഇല്ലെങ്കിലും റിട്ട് കൊടുക്കാം, കാരണം എനിക്കെതിരെ അനാവശ്യമായ ഒരു ഫൈൻഡിംഗ് ആണ്, ഞാൻ വാങ്ങാത്ത പണത്തിനാണ് ഒരു ഫൈൻഡിംഗ് വന്നിരിക്കുന്നത്. ഇത് രണ്ടും സംഭവിക്കാത്ത പശ്ചാത്തലത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനി കേസെടുത്തുകൊണ്ട് അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ഇന്നലെ ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തു വന്നത്. ഭീകര പ്രവർത്തന ടെററിസ്റ്റ് ആക്ടിവിറ്റിന് വേണമെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിന് വരെ പണം കൊടുത്തു എന്ന് വ്യാഖ്യാനിച്ചാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. വേറൊരു കാര്യം, കേന്ദ്ര ഏജൻസി ഇതിൽ എത്ര കണ്ട് ശുഷ്കാന്തി കാണിക്കുന്നുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ടിലെ 447 ആക്ട് സെക്ഷൻ അനുസരിച്ചിട്ടാണ് അന്വേഷണം നടക്കുന്നത്. ആ 447 എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചിട്ടുള്ള ഒരു ഷെഡ്യൂൾഡ് ഓഫൻസ് ആണ്. അപ്പൊ ഈ 1,72,00,000 എന്ന് പുറത്തു വന്നിരിക്കുന്ന പണം ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ്. സ്വാഭാവികമായി മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചിട്ട് ഇത് സംബന്ധമായി കേന്ദ്ര ഏജൻസി ഒരു അന്വേഷണം അനിവാര്യമാണ്. ആ ഭാഗത്തേക്കൊന്നും തന്നെ കേന്ദ്രം തിരിയുന്നില്ല. അപ്പൊ ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്ന വിവരം എന്താണ്? പഴയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ IK ഗുജറാൽ പറയുകയുണ്ടായി, കറപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫോറിൻ അഗ്രഷനേക്കാളും അപകടകരമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 1947 ഏറ്റവും ധൃതി പിടിച്ച് പാസാക്കിയ ഒരു നിയമമാണ് 1947 പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം താറുമാറായ ഒരു രാജ്യത്തെ ഒരു എക്കണോമിയെ ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ കറപ്ഷൻ എതിരായിട്ടുള്ള ഒരു നിയമമാണ് പരിപ്രദ ഒരു കണ്ടെത്തലിലാണ് മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു PC ആക്ട് 1947 എനാക്ട് ചെയ്തത്. ഇവിടെ പണ്ട് നാനി പൽക്കിവാല പറഞ്ഞിരുന്നു, വി ഹാവ് ടു മെനി ലോസ് ടു ലിറ്റിൽ ജസ്റ്റിസ്. നിയമങ്ങൾ കൂടുതലുണ്ട്, നീതി ഇവിടെ കുറവാണ്. അതുകൊണ്ട് SFIOയുടെ അന്വേഷണം വളരെ വളരെ ഗുരുതരമാണ്. ആ അന്വേഷണത്തിന്റെ പിന്നെ ഈ കർത്തക്ക് വാട്ട് ഈസ് ഹിസ് റൈറ്റ് ടു ചാലഞ്ച് ദി ഇൻവെസ്റ്റിഗേഷൻ, ഹൗ ഹീസ് എഗ്രീവ്ഡ്. അദ്ദേഹം എങ്ങനെയാണ് ഇതിൽ എഗ്രീവ്ഡ് ആയിരിക്കുന്നത്? അദ്ദേഹം ഈസ് നോട്ട് ആൻ അക്യൂസ്ഡ്. അയാൾ എങ്ങനെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഈ അന്വേഷണം റദ്ദാക്കണമെന്ന് പറഞ്ഞ് ഹർജി കൊടുക്കാൻ വാട്ട് റൈറ്റ് ഹി ഗോട്ട്? അദ്ദേഹം അങ്ങനെ ഒരു ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇറ്റ് ഇസ് വെരി എവിഡന്റ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹിസ് ഡോട്ടർ. അപ്പൊ ഓൾ ആർ സെയിലിംഗ് ടുഗദർ ഫോർ മണി. That is to be viewed very seriously. That is what I would say.